ആരംഭിച്ചു. അപ്പോ ഈ കുഞ്ഞ് 12 ദിവസം ഇരിക്കുമ്പോ ഉണരും. ആ 12 ദിവസം ഇരിക്കുമ്പോൾ ഉണർന്നിട്ട് വിശാലമായ ഇടത്തേക്ക് പോയിട്ട് വായുവിനെ മാത്രം ഇങ്ങനെ ഭക്ഷണമായിട്ടെടുക്കും. വേറെ ഒന്നുമില്ല. കുറേ നേരം അശുദ്ധവായു ശ്വസിച്ചിട്ട് വീണ്ടും വന്ന് തപസ്യായിരിക്കും. 12 ദിവസം ഇരിക്കുമ്പോൾ ഒരു നേരം ശുദ്ധമായ വായുവിനെ പാത്രം ഭക്ഷിച്ചുകൊണ്ട് തപസ്യായിരുന്നു കുഞ്ഞ്. ഭഗവാൻ വന്നില്ല. 5-ാം മാസമായി. 4 മാസം ഇങ്ങനെ ഓരോ മാസവും ആ തൻ്റെ തപസ് കഠിനമാക്കി മുന്നോട്ട് പോയിട്ട് 5-ാം മാസമായപ്പോഴും ഭഗവാൻ വരാതായപ്പോൾ 5-ാം മാസം ഈ കുഞ്ഞ് ദീർഘമായിട്ട് ശ്വാസം അകത്തേക്ക് എടുത്തു. എന്നിട്ട് ആ എടുത്ത ശ്വാസത്തെ പുറത്തേക്ക് വിടാതെ അമക്കി പിടിച്ചിങ്ങനെ ഇരുന്നു. ശ്വാസം പുറത്തോട്ട് വിട്ടോ. ആ എടുത്ത ശ്വാസത്തെ അകത്ത് പിടിച്ചു വച്ചപ്പോ ഈ പ്രപഞ്ചത്തിലെ വായു സ്തംഭിച്ചു പോയി. നമ്മളിപ്പോ ഇവിടെ ഇരിക്കുക, ഇവിടുത്തെ വായു അങ്ങ് നിശ്ചലമായി കഴിഞ്ഞാൽ എന്ത് പറ്റിപ്പോകും? നമ്മൾ ശ്വാസം മുട്ടത്തില്ലേ? മുട്ടും. ഈ പ്രഹ്ലാദൻ വിളിക്കുന്ന 6 വയസ്സുള്ള കുഞ്ഞ് ആ വായുവിനെ തൻ്റെ ഉള്ളിലേക്ക് അടക്കി ശ്വാസം വിടാതെ മുറുക്കി പിടിച്ചപ്പോ പ്രപഞ്ചം നിശ്ചലമായി, വായു സ്തംഭിച്ചു. ജീവജാലങ്ങൾ ശ്വാസം മുട്ടി മരണപ്രാളപ്പെടുകയാണ്. മനുഷ്യനും മൃഗങ്ങളും സസ്യങ്ങളും പക്ഷിമൃഗാദികളും ഒക്കെ ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടുകയാണ്. എല്ലാവരും ആലോചിച്ചു, എന്താ ഇങ്ങനെ സംഭവിക്കാൻ കാരണം? എല്ലാവരും കൂടി ഓടി ഭഗവാന്റെ അടുക്കലേക്ക് ചെന്നു. ഭഗവാനെ, പ്രപഞ്ചം നിശ്ചലമായിരിക്കുന്നു. ഈ പ്രപഞ്ച ജീവജാലങ്ങളെല്ലാം ശ്വാസം മുട്ടി മരിക്കാൻ പോകുകയാ. ഭഗവാനെ, എന്താണ് ഇതിന് കാരണം? ഭഗവാൻ പറഞ്ഞു, ആരും പേടിക്കണ്ട. 6 വയസ്സുള്ള പ്രഹ്ലാദൻ എന്ന് വിളിക്കുന്ന കുഞ്ഞെന്നെ തപസ് ചെയ്യുന്നുണ്ട്. 5 മാസം കൊണ്ട് ഞാൻ അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാത്തതുകൊണ്ട് അവൻ ആ തപസ് കഠിനമാക്കിയിട്ട് ഈ പ്രപഞ്ച ശ്വാസം അവന് ഉള്ളിൽ അടക്കി വെച്ചിരിക്കുക. കുഴപ്പമില്ല, ഞാൻ അവൻ്റെ മുമ്പിലേക്ക് ചെന്നുകൊള്ളാം. ഞാൻ ചെന്ന് കഴിയുമ്പോൾ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. ആ പൊന്നുതമ്പുരാൻ സാക്ഷാൽ മഹാവിഷ്ണു 6 വയസ്സുള്ള പ്രഹ്ലാദൻ വിളിക്കുന്ന കുഞ്ഞിൻ്റെ അടുക്കിലേക്ക് ചെന്നു. തപസ്സിൽ നിന്നുണർന്നു. പൊന്നുതമ്പുരാനെ കണ്ട് 2 കൈമെടുത്തുള്ള കുഞ്ഞ് ആ ഭഗവാനെ സ്തുതിച്ചു എന്നുള്ളതാണ്. ആ കുഞ്ഞിന്റെ ഭക്തി കണ്ട് സന്തോഷപ്പെട്ടിട്ട് ആ പൊന്നുതമ്പുരാൻ ധ്രുവൻ എന്ന് വിളിക്കുന്ന കുഞ്ഞിനെ തന്നോട് ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, എനിക്കിഷ്ടമായി, നിനക്കിഷ്ടമുള്ള 2 വരം ചോദിച്ചോളാൻ. 6 വയസ്സുള്ള കുഞ്ഞിനോട് പൊന്നുതമ്പുരാൻ ഇഷ്ടമുള്ള 2 വരം ചോദിച്ചോളാൻ പറഞ്ഞപ്പോ 6 വയസ്സുള്ള പ്രഹ്ലാദൻ വിളിക്കുന്ന കുഞ്ഞ് ആദ്യമായി ചോദിച്ച വരം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? എൻ്റെ പൊന്നുതമ്പുരാനെ, എൻ്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ അന്യമാതാവിനും, പറഞ്ഞ അമ്മയില്ലേ, ആ അമ്മയ്ക്കും ആ അമ്മയുടെ മകനും നന്മ കൊടുക്കണേ ഭഗവാനെ എന്നാണ്. എൻ്റെ അച്ഛനും അമ്മയ്ക്കും അന്യമാതാവിനും എൻ്റെ സഹോദരനും ഭഗവാനെ നീ നന്മ കൊടുക്കണേ. നമ്മൾ പറയുമോ? 6 വയസ്സുള്ള കുഞ്ഞിന്, 6 വയസ്സുള്ള കുഞ്ഞിൻ്റെ മുന്നില് പൊന്നുതമ്പുരാൻ നിന്ന് നിനക്കിഷ്ടമുള്ള 2 വരം ചോദിച്ചൊള്ളാൻ പറഞ്ഞപ്പോ 6 വയസ്സുള്ള കുഞ്ഞ് ചോദിച്ച ആദ്യത്തെ വരമാ, അച്ഛനും അമ്മയ്ക്കും സഹോദരനും നന്മ കൊടുക്കണേ. ഈ വാക്ക് കേൾക്കുന്ന ശബ്ദപരിധിക്കകത്തുള്ള മക്കളെ, നിങ്ങൾ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി ഏതെങ്കിലും ദേവന് മുമ്പിൽ നിന്നുകൊണ്ട് 2 കൈകൾ തൊഴുത് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എൻ്റെ അച്ഛന് നന്മ കൊടുക്കണേ, എൻ്റെ അമ്മയ്ക്ക് നന്മ കൊടുക്കണേ എന്ന് ഏതെങ്കിലും മക്കള് ഏതെങ്കിലും ദേവന്റെ മുമ്പിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കണം. 6 വയസ്സുള്ള ധ്രുവൻ എന്ന് വിളിക്കുന്ന കുഞ്ഞിനെ മുന്നിലേക്ക് വെച്ചിട്ട് പറയുക, അച്ഛൻ്റെ അമ്മയുടെ നന്മയ്ക്ക് വേണ്ടി, സഹോദരന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പൊന്നുതമ്പുരാന്റെ മുമ്പിൽ നിന്ന് 2 കൈ തൊഴുത് വരം വാങ്ങിയ 6 വയസ്സുള്ള കുഞ്ഞ് രണ്ടാമത് ചോദിച്ച വരം